നെൽകർഷകർ നേരിടുന്ന പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. നെല്ല് സംഭരണവും PRS തുക വിതരണവും പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. PRS അടിക്കുന്നതിന്റെ എണ്ണം ഒരു മാസത്തിൽ നിലവിലുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കണമെന്നും നെല്ല് സംഭരണ സമയത്ത് 55 കിലോയിൽ കൂടുതൽ വരുന്ന ചാക്കുകളിൽ അധികമായി വരുന്ന നെല്ലിന്റെ അളവ് ഉൾപ്പെടുത്തണമെന്നും MLA-മാരായ സുമേഷ് അച്യുതൻ, കെ പ്രേംകുമാർ, എ പ്രഭാകരൻ, VT ബൽറാം, മുഹമ്മദ് മുഹസിൻ എന്നിവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ടാറിന്റെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ കോൺട്രാക്ടർമാർ എടുത്ത ടെൻഡറിനേക്കാൾ കൂടുതൽ തുക കോൺട്രാക്ടർമാർക്ക് നൽകാനുള്ള നടപടി വേണമെന്ന് സുമേഷ് അച്യുതൻ MLA നിർദ്ദേശിച്ചു. ചിറ്റൂർ മണ്ഡലത്തിലെ ഫ്ലഡ് റോഡുകളിൽ 16 എണ്ണത്തിന് ഭരണാനുമതി ലഭിച്ചതായി LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MLA-യുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിലെ പടിഞ്ഞാറങ്ങാടി വായനശാലയുടെ കെട്ടിട നിർമ്മാണം, പട്ടിക്കായൽ നവീകരണം എന്നിവയുടെ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും കൃത്യമായി പരിശോധിക്കണമെന്ന് VT ബൽറാം MLA അറിയിച്ചു. മേൽപ്പാല നിർമ്മാണത്തോടനുബന്ധിച്ച് മലമ്പുഴ ഒലവക്കോട് റോഡ് അടച്ചിട്ടതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്ന് എ പ്രഭാകരൻ MLA അറിയിച്ചു. ഭാരതപ്പുഴയുടെ തീരത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ശുചിമുറി, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയൊരുക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അമ്പലപ്പാറ, ലക്കിടിപ്പേരൂർ, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സാങ്കേതിക തടസ്സങ്ങൾക്കപ്പുറം പ്രായോഗിക ഇടപെടലാണ് ആവശ്യമെന്നും നടപടി വേഗത്തിലാക്കണമെന്നും കെ പ്രേംകുമാർ MLA പറഞ്ഞു. ആലത്തൂർ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 13 കുടുംബങ്ങൾക്ക് പട്ടയം നൽകൽ, പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന് TM ശശി MLA അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ രമേശ് പിഷാരടി MLA, ADM K സുനിൽകുമാർ, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജീത് സിംഗ്, ജില്ലാ ആസൂത്രണ ഓഫീസർ ഏലിയാമ നൈനാൻ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.